എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാസ്തയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി കൂടി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി വെന്തുടഞ്ഞൊന്നും പോകണ്ട, ഒരു പകുതി മുക്കാൽ വേഗമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ പാസ്ത കുക്ക് ചെയ്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു 3 സ്ലൈസ് ചീസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീസ് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ഈ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില അരിഞ്ഞതുകൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.